ഇന്ന് സ്രവം പരിശോധിച്ച 68-കാരനടക്കമുള്ള 7 പേരുടെയും ഫലം നെഗറ്റീവ്. നിപ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന ആനക്കയം, പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ആൾക്കൂട്ടം ഒഴിവാക്കി സാമൂഹ്യ അകലം പാലിച്ച് +1 അലോട്ട്മെന്റ് നടക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മലപ്പുറത്തെ കേന്ദ്ര സംഘം വരുന്ന കാര്യം താൻ അറിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. നിപ പ്രോട്ടോകോൾ അനുസരിച്ച് സംസ്കാരം നടക്കും. പോലീസ് ഈ ആംബുലൻസിന് അകമ്പടി സേവിക്കുന്നുണ്ട്, പൈലറ്റ് ചെയ്യുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകർ അവിടെ റിസീവ് ചെയ്യും. ഇന്ന് 7 പേരുടെ സാമ്പിളുകളാണ് പരിശോധിച്ചത്. 7 സാമ്പിളുകളും നെഗറ്റീവാണ്. 7 പേരുടെ 3 സാമ്പിളുകൾ വീതമാണ് പരിശോധിച്ചത്. ആ 7 സാമ്പിളുകളും നെഗറ്റീവാണ്. ഇന്നത്തെ സമ്പർക്ക പട്ടികയിൽ ഇതുവരെ 330 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നിപ രോഗലക്ഷണം കാണിച്ചിരുന്ന 7 പേരുടെ സ്രവ സാമ്പിളുകളായിരുന്നു ഇന്ന് പരിശോധിച്ചത്. എല്ലാം നെഗറ്റീവായതോടെ നിപ ഭീതിക്കിടയിലും നേരിയ ആശ്വാസം ലഭിച്ചു. ഇതിൽ നിപ ബാധിച്ച് മരിച്ച കുട്ടിയുമായി സമ്പർക്കമില്ലാതിരുന്ന 68-കാരൻ കോഴിക്കോട് മെഡിക്കൽ ആശുപത്രിയിലും മറ്റ് സമ്പർക്കമുണ്ടായിരുന്ന 6 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി ചികിത്സയിൽ തുടരുകയാണ്. നിപ നിയന്ത്രണങ്ങൾ ശക്തമായി തുടരുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ജില്ലയിൽ പൊതുവെ നാളെ നടക്കുന്ന അലോട്ട്മെന്റിൽ മാസ്ക് ധരിക്കുകയും സാമൂഹ്യ അകലം പാലിക്കുകയും സാനിറ്റൈസർ ഉപയോഗിക്കുകയും രോഗവ്യാപനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ പ്രോട്ടോകോൾ അനുസരിച്ച് പാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിൽ പോലീസിൻ്റെ കൂടി ഒരു സഹായം അതിലുണ്ടാകുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ 7 പേരുടെ സാമ്പിളുകൾ നെഗറ്റീവായി എന്നുള്ളതാണ്. അതിൽ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു, നേരിട്ട് സമ്പർക്കത്തിൽ ഉള്ളവർ. അപ്പോൾ അവരുടെ സാമ്പിൾ നെഗറ്റീവ് ആണെന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടുതൽ സാമ്പിളുകൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. NIV പൂനെയിൽ നിന്നുള്ള മൊബൈൽ ലാബ് നാളെയോടുകൂടി ഇവിടേക്ക് എത്തുന്നുണ്ട്. അത് അവർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ലാബിൻ്റെ സഹായം കൂടി ആവശ്യമാണ്. അത് കാരണം ഈ സാമ്പിൾ അവിടെ ട്രീറ്റ് ചെയ്തിട്ടാണ് ഇത് പരിശോധനയ്ക്ക് മൊബൈൽ ലാബിലേക്ക് എടുക്കുക. അതുപോലെ അവിടെ നിന്നുള്ള വേസ്റ്റ് കൃത്യമായിട്ട് അവിടെ പ്രോസസ്സ് ചെയ്യേണ്ടതുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മൈക്രോബയോളജി വിഭാഗത്തിൻ്റെ പിന്തുണ അവർക്ക് നൽകുന്നുണ്ട്. 330 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇവരിൽ 68 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 101 പേർ ഹൈറിസ്ക് വിഭാഗത്തിലുണ്ട്. പാണ്ടിക്കാട് പഞ്ചായത്തിലെ 307 വീടുകളിലും ആനക്കയം പഞ്ചായത്തിലെ 310 വീടുകളിലും സർവേ നടത്തി. പനി ബാധിച്ചവരുടെ പട്ടിക പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത തൂവൂർ, കീഴാറ്റൂർ പഞ്ചായത്തുകളെയും ഏകോപിപ്പിച്ചാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗവും നടന്നു. മലപ്പുറത്ത് കൺട്രോൾ റൂം പ്രവർത്തനവും സജീവമായി തുടർന്നു വരികയാണ്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്. മലപ്പുറത്ത് നിപ ബാധിച്ച് 14 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. നിപ പ്രതിരോധത്തിനായി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിപ നിയന്ത്രണത്തിന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചു എന്നും രോഗസാധ്യതയുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു.